നമസ്കാരം. മലയാള സിനിമ എപ്പോഴൊക്കെ പ്രതിസന്ധികളിൽ കടന്നുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം രക്ഷകനായി അയാൾ വരാറുണ്ടായിരുന്നു. നമ്മുടെ സിനിമാ നിർമ്മാതാക്കളടക്കം നഷ്ടത്തിന്റെ കണക്കുകളുമായി രംഗത്ത് വന്നപ്പോഴും ഓർത്തില്ല അറിഞ്ഞൊന്ന് അയാൾ ഇറങ്ങിയാൽ മലയാള സിനിമാ ലോകത്തെ ശനിദശ മാറും എന്ന്. അതാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് രാജാവ് മോഹൻലാൽ അറിഞ്ഞു തന്നെ ഇറങ്ങി. വെറും 75 ദിവസത്തിനുള്ളിൽ 3 വ്യത്യസ്ത ചിത്രങ്ങളിലായി മലയാള സിനിമയ്ക്ക് അദ്ദേഹം കൊണ്ടുവന്നത് 500 കോടിയിലേറെ രൂപയാണ്. 3 സിനിമയിൽ ഒന്ന് റീ റിലീസാണെന്നും ഓർക്കണം. ഇതാദ്യമായല്ല മോഹൻലാലിലൂടെ മോളിവുഡ് രക്ഷാകവചം അണിയുന്നത്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. മലയാള സിനിമയിലെ ആദ്യ 50 കോടി, 100 കോടി, 150 കോടി, 250 കോടി സിനിമകളെല്ലാം മോഹൻലാലിൻ്റെ പേരിലാണ് ഉള്ളത്. മാത്രമല്ല മലയാളത്തിലെ 3 200 കോടി ക്ലബ്ബ് സിനിമകളിൽ 2ഉം മോഹൻലാലിൻ്റേതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോഹൻലാൽ സിനിമകൾ തുടർച്ചയായി തിയേറ്ററിൽ പരാജയപ്പെട്ടിരുന്നു. 2023 പുറത്തിറങ്ങിയ നേര് മാത്രമായിരുന്നു ചെറിയൊരു ആശ്വാസം. എന്നാൽ 2025 താൻ കേട്ട പഴികൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം ചുട്ട മറുപടി നൽകുന്ന മോഹൻലാലിനെയാണ് പ്രേക്ഷകർ കണ്ടത്. ഈ വർഷം റിലീസ് ചെയ്ത 2 മോഹൻലാൽ സിനിമകളും 200 കോടി ക്ലബിൽ ഇടം നേടി. വെറും ഒരു മാസത്തെ ഇടവേളയിൽ ഇറങ്ങിയ 2 ചിത്രങ്ങളാണ് എമ്പുരാനും തുടരും എന്ന ചിത്രവും. കൃത്യമായി പറഞ്ഞാൽ എമ്പുരാൻ മാർച്ച് 27-നും അതുപോലെ തന്നെ തുടരും ഏപ്രിൽ 25-നുമാണ് റിലീസ് ചെയ്തത്. ലൂസിഫറിൻ്റെ 2ാം ഭാഗമായി എത്തിയ എമ്പുരാൻ തിയേറ്ററിലെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുള്ള കുതിപ്പാണ് നടത്തിയത്. റിലീസ് ചെയ്ത വെറും 40 മണിക്കൂറിനുള്ളിലാണ് എമ്പുരാൻ 100 കോടി ക്ലബിൽ ഇടം നേടിയതെന്ന് ഓർക്കണം. മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടം എന്ന ലേബലുമായാണ് എമ്പുരാൻ കുതിപ്പ് അവസാനിപ്പിച്ച് OTTയിലേക്ക് കയറിയത്. എമ്പുരാൻ നിർത്തിയിടത്ത് നിന്നാണ് തുടരും തുടങ്ങിയത്. വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ എത്തിയ തുടരും കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്കം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തിച്ചു. കുടുംബനായകനായുള്ള മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമ ആഘോഷമാക്കി. തുടരും OTTയിൽ എത്തിയതിന് പിന്നാലെയാണ് മോഹൻലാലിൻ്റെ ചോട്ടാ മുംബൈ റിലീസ് ചെയ്തത്. ഷൺമുഖൻ മാറി സാക്ഷാൽ തലയെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീര വരവേൽപ്പ്. 2007 പുറത്തിറങ്ങിയ സിനിമയുടെ റീമാസ്റ്റേർഡ് 4K പതിപ്പാണ് തിയേറ്ററിൽ എത്തിയത്. പാട്ടും ഡാൻസും ആക്ഷനും കോമഡിയും ഒക്കെയായി ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പവർ ഹൗസായ സിനിമ റീ റിലീസിൽ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് 2.5 കോടിയോളം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. ഒരു റീ റിലീസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച കളക്ഷനാണ് ഇത്. ഇതോടെയാണ് വെറും 75 ദിവസത്തിനുള്ളിൽ വ്യത്യസ്ത ചിത്രങ്ങളിലായി 500 കോടി ക്ലബിൽ കയറിയ താരമെന്ന റെക്കോർഡ് മോഹൻലാലിനെ തേടി എത്തിയത്. എമ്പുരാൻ ആകെ 266.3 കോടി രൂപ കളക്ട് ചെയ്തപ്പോൾ തുടരും 233 കോടി രൂപയാണ് സ്വന്തം പേരിലാക്കിയത്. ചോട്ടാ മുംബൈയുടെ കളക്ഷൻ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ 500 കോടി ക്ലബ്ബ് പിന്നിട്ടിരിക്കുകയാണ് മോഹൻലാൽ. മലയാളത്തിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡായി ഇത് കണക്കാക്കാം. ബോളിവുഡ്, കോളിവുഡ്, ടോളിവുഡ് താരങ്ങൾ വർഷത്തിൽ ഒരു റിലീസ് എന്ന രീതി പിന്തുടരുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവർക്ക് പോലും ലാലേട്ടനെ കടത്തിവെട്ടാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് എന്ന പട്ടം മോഹൻലാലിന് സ്വന്തം. തുടരും സിനിമയിലെ ഡയലോഗ് കടമെടുത്ത് നമുക്ക് പറയാം, ഒറ്റയാൻ കാട് കയറി എന്ന്.